തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, യെശയ്യായുടെ പ്രവചനം 43 അധ്യായം 18 19 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 43 വേഴ്സ് 18 and 19. വചനം ഇങ്ങനെ പറയുന്നു: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ, ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. യെശയ്യാ പ്രവാചകൻ നമ്മളോട് ഓരോരുത്തരോടും പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ ദൈവം വീണ്ടും പുനരുദ്ധരിക്കുവാൻ ആഗ്രഹിക്കുന്നു, വീണ്ടും ഒന്ന് പണിതുയർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും ഒന്ന് തിരിച്ചു പിടിക്കണം എന്നൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഒത്തിരിയേറെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പരാജയങ്ങൾ സംഭവിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടുമാണ് ഈ വചനം ചോദിക്കുന്നത്, നിനക്ക് നിന്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? പലരുടെയും മനസ്സിൽ വ്യത്യസ്തമായ ചിന്തകൾ ഒരുപക്ഷെ രൂപപ്പെടുന്നുണ്ടാവാം. ചിലർ പറയും, അച്ഛാ, ഇനി എങ്ങനെയാ വീണ്ടും ജീവിതത്തിലോട്ട് പുറകോട്ട് പോകുന്നത്? ജീവിതത്തിന് ഒരു റീവൈൻഡ് ബട്ടൺ ഇല്ലല്ലോ. നമുക്കറിയാം, ഒരു മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ ഒരു പാട്ട് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊന്നും കൂടെ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് കൺട്രോളിൽ നമുക്ക് റീവൈൻഡ് ബട്ടൺ ഉണ്ട്. നമുക്കൊന്നും കൂടെ പുറകോട്ട് പോയി ആ പാട്ട് കേൾക്കാം, ഇല്ലെങ്കിൽ അത് കാണാൻ സാധിക്കും. പക്ഷെ ജീവിതത്തിന് ഒരു റീവൈൻഡ് ബട്ടൺ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിനുള്ള മനോഹരമായ ഉത്തരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 7 അധ്യായം 5 തിരുവചനം നമ്മളോട് പറയുന്നു: കപടനാട്യക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരൻ്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും. ഈശോ പറയാണ്, നിന്റെ കാഴ്ച തെളിയണമോ? ആദ്യം നീ എന്തു ചെയ്യണം? ആദ്യം ചെയ്യേണ്ട പ്രവൃത്തി നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. അപ്പോൾ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ കാണാൻ തക്കവണ്ണം നിന്റെ കാഴ്ച തെളിയും. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ജീവിതത്തിൽ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ മനോഹരമായി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ജീവിതത്തെ ഒന്നും കൂടെ പ്രകാശമാനമായ രീതിയിൽ നീ ദർശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നിന്റെ കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയൊരു ഉറപ്പ് എന്ന് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളെയും വിശുദ്ധീകരിക്കാൻ സാധിക്കും. തകർക്കപ്പെട്ട മനുഷ്യർ, ജീവിതത്തിൽ ഇനി രക്ഷയില്ല എന്ന് കരുതുന്ന വ്യക്തികൾക്കൊക്കെ രക്ഷയുണ്ട്. ജീവിതത്തെ ഒന്നും കൂടെ ബലപ്പെടുത്താൻ, പുനരുദ്ധരിക്കാൻ സാധിക്കുമെന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ വായിച്ചു പോകുമ്പോൾ വചനം പഠിപ്പിക്കുന്നു. ഓരോ വചനത്തിലുള്ള വ്യക്തികളും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളോട് പറയുന്ന കാര്യം, ജീവിതത്തിൽ അനേകം തകർച്ചകൾ സംഭവിച്ചപ്പോഴൊക്കെ അവർ തകർന്നു പോയില്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ തകർക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ അവർക്ക് പുനരുദ്ധരിക്കാൻ സാധിച്ചു. നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ദൈവം നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ് തകർക്കപ്പെട്ട നിന്റെ ജീവിതത്തെ വീണ്ടും പുനരുദ്ധരിക്കാൻ സാധിക്കും. അതിന് മത്തായി സുവിശേഷത്തിലൂടെ ഈശോ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ആദ്യത്തെ സ്റ്റേജ്, അതായത് ജീവിതത്തെ ഒന്നും കൂടെ പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റേജ് എന്താണെന്നറിയോ? സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക. ദിവസവും ഞാൻ
എന്നോട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്ന വലിയൊരു പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കൊക്കെ പരിചയമുള്ള സുന്ദരമായ പ്രാർത്ഥനയാണ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ലാറ്റിൻ ഭാഷയിൽ പറയുമ്പോൾ മിയ കുൽപ്പ, മിയ കുൽപ്പ, മിയ മാക്സിമ കുൽപ്പ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എടുക്കേണ്ട ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സ്വന്തം പിഴവ് അംഗീകരിക്കുക, സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്തു മാറ്റുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത് ഇപ്രകാരമുള്ള ഒരു ആത്മീയ ദർശനത്തിലേക്കാണ്. ജീവിതത്തിലെ കുറവുകളെ അംഗീകരിക്കുക. അങ്ങനെയെങ്കിൽ ചുറ്റുവട്ടത്തെ അല്പം കൂടെ മെച്ചപ്പെട്ട രീതിയിൽ നിനക്ക് കാണാൻ സാധിക്കും. നിന്റെ ജീവിതത്തിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കുറവുകൾക്ക് മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ഒരു സ്ഥിരം ശൈലി. ഞാൻ ഈ പറയുന്നത് ശരിയല്ലേ? നമ്മുടെ കുറവുകൾക്ക് മറ്റുള്ളവരോട് നമ്മൾ യുദ്ധം ചെയ്യും. സ്വയം നമ്മുടെ കുറവിനെ അംഗീകരിക്കാൻ നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല. നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ ധ്യാനിക്കുമ്പോൾ ഇതെത്രയോ വ്യക്തമാണ്. നാളുകൾക്ക് മുമ്പ് ഞാനൊരു കുടുംബ കൗൺസിലിങ്ങിൻ്റെ അവസരത്തിൽ ഭാര്യയും ഭർത്താവും അവരുടെ ജീവിതത്തിൽ ഏകദേശം 30 വർഷത്തോളമായി ഒരുമിച്ചുള്ള ജീവിതം, സന്തോഷം നിറഞ്ഞ ജീവിതം, 3 കുട്ടികളുണ്ട്. അങ്ങനെ അവരുടെ ജീവിതം വളരെ സന്തുഷ്ടകരമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഭാര്യ ഭർത്താവിൻ്റെ ഒരു വീഴ്ച കണ്ടുപിടിക്കുന്നത്. വീഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസാരപ്പെട്ട കാര്യമൊന്നുമല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് താൻ ഹൃദയത്തിൽ കൊണ്ടു നടന്ന് സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നുള്ള ഞെട്ടിക്കുന്ന കാര്യം ഈ ഭാര്യ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭർത്താവിന് മറ്റൊരു സ്ത്രീയോടുള്ള അവിഹിത ബന്ധം ഈ സ്ത്രീ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് കൗൺസിലിങ്ങിനു വേണ്ടി ധ്യാന മന്ദിരത്തിൽ വന്നത്. ഒരു ധ്യാനമെല്ലാം കൂടി അതിനിടയിൽ ഞാൻ ഇവർ രണ്ടുപേരെയും ഇരുത്തി സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഭാര്യ ഭർത്താവിൻ്റെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്നുണ്ട്. അതിനിടയിൽ ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്കെൻ്റെ ഭാര്യയും മക്കളെയും ഒക്കെ വലിയ സ്നേഹമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് മറ്റേ സ്ത്രീയോടുള്ള ഒരു സ്നേഹബന്ധം കഴിഞ്ഞ 8 വർഷമായിട്ട് ഉണ്ട് എന്നുള്ളതും ഞാൻ അംഗീകരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അച്ഛാ, ഈ കാര്യം, ഈ ബന്ധം ഇതെൻ്റെ തെറ്റുകൊണ്ടൊന്നും അല്ലച്ചാ. കാരണം എന്തെന്നറിയോ? ആ സ്ത്രീയാണ് ഈ ബന്ധത്തിന് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. ആ സ്ത്രീയാണ് അച്ഛാ എന്നെ വിളിക്കുന്നത്. ആ സ്ത്രീയാണ് അതിനെല്ലാം കാരണം. എന്നിട്ട് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു, അച്ഛാ, ആ സ്ത്രീ എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. ഇവളാണ് ആ സ്ത്രീയെ ആദ്യമായി വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പോൾ അച്ഛനൊന്ന് ശ്രദ്ധിച്ചേ, ഇവളല്ലേ ഇതിന് കാരണക്കാരി? പ്രിയപ്പെട്ടവരെ, 8 വർഷമായിട്ട് ഈ മനുഷ്യൻ ചെയ്യുന്ന അവിഹിത ബന്ധത്തെക്കുറിച്ച് സ്വയം അംഗീകരിക്കാനോ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇപ്രകാരം ഒരു തെറ്റുപറ്റിയെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റുപറയാനോ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലില്ല. മറിച്ച് ഈ വ്യക്തി പറയുന്നത് എന്തെന്നറിയോ? എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി, അവളെ കൂട്ടിക്കൊണ്ടുവന്നത് എൻ്റെ ഭാര്യ. അങ്ങനെയാണ് ഞങ്ങൾ ബന്ധം ആരംഭിച്ചത്. അത് അപ്പോൾ എൻ്റെ ഭാര്യ ഒന്നാമത്തെ പ്രതി, രണ്ടാമത് ആ സ്ത്രീ. ഞാനോ? ഇതൊന്നും എൻ്റെ കുറ്റമല്ല. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ ഇത് ദൂരങ്ങളിൽ എവിടെയോ നടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ മാത്രം അനുഭവമല്ല. മറിച്ച് നമ്മുടെയൊക്കെ സ്വഭാവങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ രൂപപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, സ്വന്തം കുറവ് നമ്മൾ അംഗീകരിക്കില്ല. എന്നിട്ട് ചുറ്റുവട്ടത്തുള്ള വ്യക്തികളെ, സംഭവങ്ങളെ ഒക്കെ നമ്മൾ ആരോപിക്കും. ഇവർ കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം.
അല്ലെങ്കിൽ ഈ സംഭവം കാരണമാണ് ഞാൻ ഇങ്ങനെയാകാൻ കാരണം? പ്രിയപ്പെട്ടവരെ, ഇത് നന്നായിട്ട് മനസ്സിലാക്കുവാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ആദത്തെ ഹൗവായെയും കുറിച്ച് പഠിച്ചാൽ മതി. നമ്മളൊക്കെ പണ്ട് മുതൽ വായിച്ചു പഠിച്ചിട്ടുള്ളൊരു കാര്യം, ദൈവം ആദത്തെ ഹൗവായെയും പറുദീസായിൽ നിന്ന് അടിച്ചു പുറത്താക്കി എന്നുള്ളതാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ അല്പം കൂടെ ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് പഴം തിന്നു എന്നുള്ളതിൻ്റെ പേരിലല്ല ദൈവം അവരെ പുറത്താക്കിയത്, മറിച്ച് ആദോ ഹൗവായും എടുത്ത ചില നിലപാടുകളാണ് അവർക്ക് പറുദീസ നഷ്ടത്തിലേക്ക് എത്തിയത്. പാപം ചെയ്തു കഴിഞ്ഞിട്ടും ദൈവം ആദത്തിൻ്റെ പക്കലേക്ക് വരുന്നുണ്ട്. നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. സുന്ദരമായി അതാ ദൈവം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആദമേ നീ എവിടെയാണ്? ഒരുപക്ഷെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ചോദ്യം, ആദമേ നീ എവിടെയാണ്? പിന്നീട് ചോദിക്കുന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ആദമേ തിന്നരുതെന്ന് പറഞ്ഞ ഈ പഴം നീ തിന്നോ? ആദം എന്തു പറഞ്ഞു? ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്വഭാവം വ്യക്തമാവുന്നത്. ഇന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങൾക്കും കാരണക്കാരൻ ആദത്തെക്കുറിച്ച് ധ്യാനിച്ചാൽ മതി. ആദം പറഞ്ഞു, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അവളാണ് എനിക്ക് പഴം തന്നത്, ഞാൻ തിന്നു. അപ്പോൾ ആരാണ് കുറ്റക്കാരൻ? ദൈവം ചോദിച്ച ചോദ്യം, നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞ പഴം നീ തിന്നോ എന്നുള്ളതാണ്. ആദം സ്വയം അംഗീകരിക്കുന്നില്ല, മറിച്ച് ആദം പറയുന്നത്, ഒന്നാമത്തെ പ്രതി നീയാണ്, നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ. അപ്പോൾ ഒന്നാമത്തെ പ്രതി നീ ദൈവം, രണ്ടാമത്തെ പ്രതി സ്ത്രീ, എൻ്റെ കുറ്റമല്ല. ഇത് തന്നെയല്ലേ അല്പം മുമ്പ് ഞാൻ പറഞ്ഞ ആ കുടുംബത്തിൻ്റെ കാര്യം? 8 വർഷമായിട്ട് ഒരു മനുഷ്യൻ ചെയ്യുന്ന പാപം, അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധം, അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഓ ഇതെൻ്റെ കുഴപ്പമാണോ? അല്ലല്ലോ, ഇത് ആ സ്ത്രീയുടെ, എൻ്റെ ഭാര്യയുടെ. പ്രിയപ്പെട്ടവരെ, ചുറ്റുവട്ടത്തുള്ള വ്യക്തികളെയും സംഭവങ്ങളെയും സാഹചര്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഇതാണ് എന്ന് പറയുന്ന ഒരു ശൈലി നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യം അല്പം കൂടെ നന്നായിട്ട് മനസ്സിലാക്കുവാൻ മദ്യപാനികളോട് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഞാൻ നാളുകൾക്ക് മുമ്പ് ധ്യാനത്തിന് വന്ന ഒരു മദ്യപാനി, അപ്പോൾ ഇദ്ദേഹത്തോട് എനിക്ക് വലിയ സ്നേഹമാണ്. കാരണം ധ്യാന മന്ദിരത്തിലൊക്കെ ഇടയ്ക്ക് വരും, എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം സംസാരിക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മദ്യപാന ശീലം ആ കുടുംബത്തിന് വലിയൊരു തകർച്ചയാണ്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മദ്യപിക്കുന്നത്? അപ്പോൾ അദ്ദേഹം കുറേ കാരണങ്ങൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറയാൻ തുടങ്ങിയ കാരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോലും സങ്കടം തോന്നും. കുടുംബത്തിൻ്റെ ദാരിദ്ര്യം, ഭാര്യയുടെ സ്വഭാവത്തിലുള്ള ഒരു അവിശ്വസ്തത, അങ്ങനെ കുടുംബത്തിൻ്റെ കണ്ണുനീര് മുഴുവൻ എണ്ണി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഇദ്ദേഹം മദ്യപാനിയാകാൻ കാരണം ഈ കാരണങ്ങളാണ്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, കൂട്ടുകാരുടെ കൂടെ പോകുമ്പോൾ അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ കുടിക്കും. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, അച്ഛാ, കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്, അച്ഛാ, ആ കല്യാണത്തിന് പോയപ്പോൾ അവർ നിർബന്ധിച്ചു, അങ്ങനെ ഞാൻ കുടിച്ചു. അച്ഛാ, പിന്നെ ഞാൻ ആ പിക്നിക്കിന് പോയപ്പോൾ അവർ നിർബന്ധിച്ചു, അങ്ങനെ ഞാൻ കുടിച്ചു. അച്ഛാ, കുറച്ച് നാളായിട്ട് ഉറക്കം കിട്ടുന്നില്ല, അപ്പോൾ പിന്നെ ഞാൻ അല്പം കുടിച്ചേക്കാമെന്ന് കരുതി, അങ്ങനെ കുടിച്ചു. ഭാര്യയുമായിട്ട് അച്ഛാ ഒരു സ്വരച്ചേർച്ചയുണ്ട്, അതുകൊണ്ട് ഞാൻ കുടിച്ചു. അങ്ങനെ തുടങ്ങി ഇദ്ദേഹം എണ്ണി പറയുകയാണ്. ഒരുപക്ഷെ ഇദ്ദേഹം പറയുന്ന കാരണങ്ങൾ സങ്കടത്തോടെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്ന നമുക്ക് പോലും അദ്ദേഹത്തോടു കൂടെ പോയി ഒന്ന് കുടിച്ചാൽ കൊള്ളാൻ തോന്നും. കാരണം അതുപോലെ ഇദ്ദേഹം നല്ല രസകരമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഇദ്ദേഹം മദ്യപാനിയാകാൻ കാരണം ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, മറിച്ച് ചുറ്റുവട്ടത്തുള്ള വ്യക്തികളാണ്, സംഭവങ്ങളാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യമെന്ന് ഇദ്ദേഹം പറയുകയാണ്. സ്വയം അംഗീകരിക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത്. നിന്റെ ജീവിതത്തെ നിനക്ക് തിരിച്ചു പിടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തു ചെയ്യണം? നമ്മുടെ ജീവിതത്തോട് നമ്മൾ തന്നെ പറയണം, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ജീവിതത്തിൽ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ ആദ്യം ഹൃദയം തുറന്ന് ഈ കാര്യം ഏറ്റുപറയുക.
ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് എന്തെന്നറിയോ? സ്വന്തം കുറവുകളെ നേട്ടങ്ങളാക്കി, അലങ്കാരങ്ങളാക്കി വീമ്പു പറയുന്ന ഒരു സ്വഭാവ ശൈലി. ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപ്രകാരം ഒരു ജീവിത ശൈലി ഉണ്ടെങ്കിൽ ഈശോ പറയുന്നു, നമുക്കൊന്ന് വിശുദ്ധീകരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവുകളെ നേട്ടങ്ങളാക്കി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കരുത്. ഒരു കൗൺസിലിംഗ് അവസരത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിലുള്ള കുറേ പൊരുത്തക്കേടുകളാണ് ഞങ്ങളുടെ സംസാര വിഷയം. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവക്ക് എൻ്റെ സ്വഭാവം അറിയാമല്ലോ, ഞാൻ ദേഷ്യക്കാരനാണെന്ന് ഇവൾക്കറിയാം, എങ്കിൽ പിന്നെ അതനുസരിച്ച് ഇവൾക്ക് എന്നോട് പെരുമാറിക്കൂടെ? പറയുന്നത് മനസ്സിലായോ? അതായത് ഞാൻ ദേഷ്യക്കാരനാണെന്ന് നിനക്കറിയാമല്ലോ, അതുകൊണ്ട് നീ മാറിക്കോണം. ഞാൻ എൻ്റെ സ്വഭാവത്തെ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതെൻ്റെ സ്വഭാവമാണ്, നീ വേണമെങ്കിൽ മാറിക്കോണം. ഒരു കുടുംബത്തിൻ്റെ സമാധാനത്തെക്കുറിച്ചുള്ളതാണ് ചർച്ച. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ, നമ്മുടെയൊക്കെ സംസാരത്തിലും ഇപ്രകാരം ചില ശൈലികൾ വരുന്നില്ലേ? ഞാൻ ഇങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ, അങ്ങനെയാണെങ്കിൽ നീ മാറിക്കോണം. നമ്മുടെ കുറവിനെ അലങ്കാരമായി മറ്റുള്ളവരുടെ മുമ്പിൽ കൊണ്ട് നടക്കരുത്. കുറവിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ നാളുകൾക്ക് മുമ്പ് ഞാൻ പരിചയപ്പെട്ട ഒരു ചേട്ടൻ്റെ കാര്യം പറയാം. ഇദ്ദേഹത്തെ നാട്ടിലെല്ലാവരും വിളിക്കുന്നത് തോമസ് എന്നാണ് പേര്, പക്ഷേ കളിയാക്കി വിളിക്കുന്ന പേര് സീരിയസ് തോമ എന്നാണ്. അതിന് കാരണമുണ്ട്. കാരണം ഈ തോമ എന്ന് പറയുന്ന സഹോദരൻ ഒരിക്കലും ചിരിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. വീട്ടിലും നാട്ടിലുമൊക്കെ ഇദ്ദേഹം വളരെ ഗൗരവപ്രകൃതനാണ്, ഒരിക്കലും ചിരിക്കില്ല. അപ്പോൾ ഇദ്ദേഹത്തെ നാട്ടുകാർ കളിയാക്കിയിട്ടിരിക്കുന്ന പേരാണ് സീരിയസ് തോമ. ഒരിക്കലും ഞാൻ ഇദ്ദേഹത്തെ കണ്ടു. അപ്പോൾ സംസാര മധ്യത്തിൽ എനിക്ക് തോന്നി ഇദ്ദേഹത്തോട് ഈ സ്വഭാവത്തിലുള്ള ഈ കുറവിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, ചേട്ടനറിയാവോ, നാട്ടുകാരെല്ലാം ചേട്ടനെ വിളിക്കുന്നത് സീരിയസേ എന്നാണ്. അപ്പം ഞാൻ അല്പം അസ്വസ്ഥതയോടുകൂടിയാണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ കുഴപ്പം അച്ഛാ, ഞാൻ സീരിയസ് ആണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ, അതൊരു നല്ല കാര്യമാണോ? ചേട്ടൻ അല്പം കൂടെ ചിരിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും പെരുമാറുന്നതല്ലേ നല്ലത്? ഓ, അങ്ങനെയൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ പക്വതയോടുകൂടെ പെരുമാറുന്ന ഒരാളാണ്, എല്ലാ കാര്യങ്ങളെയും വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ ഇപ്രകാരമുള്ള ചില ആളുകളെ കാണും, അല്ലേ? അവരുടെ വിചാരം അവരാണ് ഈ ലോകം ഭരിക്കുന്നത്. അവർക്ക് ചിരി തമാശ കഥകളൊന്നുമില്ല, മറിച്ച് എല്ലാ കാര്യത്തിലും വളരെ ഗൗരവത്തോടുകൂടെ നടക്കും. പ്രിയപ്പെട്ടവരെ, ഗൗരവവും പക്വത വളരെ ആവശ്യമാണ്. പക്ഷേ അത് ചിരിക്കാത്ത കാര്യത്തോട് ബന്ധപ്പെടുത്തരുത്. ഈ മനുഷ്യൻ പറയാണ്, തോമസ് പറയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അതുകൊണ്ട് നാട്ടുകാരെന്നെ സീരിയസ് എന്ന് വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു കുറവുമില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം കുറവിനെ അലങ്കാരമായി കൊണ്ട് നടക്കരുത്. ഈ പറയുന്ന ഇത് എന്നോട് തന്നെയും കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി തിരുവചനം പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ കുറവിനെ നമ്മൾ അംഗീകരിക്കുക. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, കുറവിനെ അംഗീകരിക്കുന്നത് മറ്റൊരു ക്ഷീണമാണ്, കുറവാണ്, അല്ലെങ്കിൽ അഭിമാനത്തിന് ക്ഷതമാണ്, അപമാനമാണ് എന്ന് പലരും ചിന്തിക്കും. സ്വന്തം കുറവിനെ അംഗീകരിക്കുന്നത് അഭിമാനമാണ്, അപമാനമല്ല. സ്വന്തം കുറവിനെ നമ്മൾ അംഗീകരിക്കുന്നത് ഒരിക്കലും അപമാനമല്ല. പോട്ട ആശ്രമത്തിലായിരുന്ന സമയത്ത് പോപ്പുലർ മിഷൻ ധ്യാനത്തിന് വേണ്ടി ഒരു വീട്ടിൽ ചെന്നു. അപ്പോൾ ഒരിടവകയിലുള്ള ധ്യാന ശുശ്രൂഷയാണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങൾ, വികാരിച്ചും പറഞ്ഞതനുസരിച്ച് ആ കുടുംബത്തിൽ ചെന്ന് രണ്ടുപേരെ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുന്നു. അവസാനം ഇവരെ തമ്മിൽ രമ്യതപ്പെടുത്തുക എന്നുള്ള ഒരു ഭാഗം. അതിൻ്റെ ഭാഗമായിട്ട് ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഭർത്താവിൻ്റെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുക,
ചെയ്ത എല്ലാ തെറ്റുകളും പറഞ്ഞ് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. ഇതൊരു സൗഖ്യ ശുശ്രൂഷയാണ്. പ്രിയപ്പെട്ടവർ, രണ്ടുപേരുടെ ഭാഗത്ത് ഒത്തിരി തെറ്റുകളുണ്ട്. ഭാര്യ ഉടനെ തന്നെ പറഞ്ഞു തീരേണ്ട താമസം ഭർത്താവിൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു. ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, ഭാര്യയുടെ ശിരസിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. കഴിഞ്ഞതിന് ശേഷം ഭാര്യയുടെ ശിരസിൽ കുരിശടയാളം വരച്ച് ഭർത്താവ് അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കുക. അത്രേ സമയം വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ടിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? ഭർത്താവ് ഭാര്യയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഞാൻ പറഞ്ഞു, തെറ്റ് ചെയ്തിട്ടില്ലേ, അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും അത് ആവശ്യമല്ലേ. പക്ഷെ എന്നാലും ഞാനൊരു ആണല്ലേ, ഞാൻ ഭർത്താവല്ലേ, ഞാൻ ഇങ്ങനെ ഈ ഭാര്യയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചാൽ എൻ്റെ വില പോവില്ലേ? ഞാനൊരു പുരുഷനല്ലേ? പ്രിയപ്പെട്ടവരെ, അനേകരുടെ തലയ്ക്കകത്തുള്ള ഒരു തെറ്റായ ചിന്തയാണ്. സ്വന്തം കുറവിനെ അംഗീകരിക്കുക എന്നുള്ളത് എന്തോ ഒരു അപമാനമാണ്, ക്ഷീണമാണ് എന്നൊരു ചിന്ത. മറ്റു ചിലരുടെയൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ ചിന്തകൾ ഇപ്പോൾ രൂപപ്പെടുന്നുണ്ടാവും. ഞാനൊരു ടീച്ചറല്ലേ, ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ, ഞാൻ ഇന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയല്ലേ, എനിക്ക് ഈ മനുഷ്യരുടെ മുമ്പിൽ ഒരു വിലയില്ലേ? അപ്പോൾ ഇപ്രകാരമൊക്കെയുള്ള എൻ്റെ സ്ഥാനമൊക്കെ ഞാൻ എൻ്റെ കുറവ് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടമാവില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നഷ്ടമാവില്ല. ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ നിലപാടാണ് സ്വന്തം കുറവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ചാൽ അത് വലിയ ദൈവാനുഗ്രഹം ചൊരിയപ്പെടുന്ന അവസ്ഥയാകും. ഈ കാര്യം പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് സുപരിചിതനായിട്ടുള്ള ഒരാളെ മറക്കരുത്. അത് വിശുദ്ധ പൗലോസ്ലീഹായാണ്. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു. വചനം ഇങ്ങനെയാണ്: പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ്. പൗലോസ്ലീഹ പറയാണ്, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. ആരാണ് ഈ പൗലോസ്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ തിരുസഭ പണിതുയർത്തി നമ്മുടെ മുമ്പിൽ വചനത്തിൻ്റെ വെളിച്ചം പങ്കുവച്ചിരിക്കുന്ന പൗലോസ്ലീഹ. ഈ പൗലോസ്ലീഹയാണ് ദൈവജനത്തിൻ്റെ മുമ്പിൽ വിളിച്ചു പറയുന്നത്, ഞാനാണ് പാപികളിൽ ഒന്നാമൻ. എൻ്റെ ജീവിതത്തിലാണ് ഇത്രയും കുറവുള്ളത്, നിങ്ങളെക്കാൾ പാപിയാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, സ്വയം ഏറ്റുപറയുകയാണ്. എനിക്ക് ബലഹീനതകളുള്ള വ്യക്തിയാണ്, ബലഹീനതകളുണ്ട്. എന്നാൽ പൗലോസ്ലീഹ പറയുന്ന അതിപ്രധാനമായ കാര്യം എന്തെന്നറിയോ? എൻ്റെ ബലഹീനതയിലാണ്, എൻ്റെ കുറവിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാവുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുറവ് നമ്മൾ ഏറ്റുപറഞ്ഞാൽ, കുറവ് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളുക, ദൈവം നിന്റെ കുറവിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതാണ് അത്ഭുതം. പ്രിയപ്പെട്ടവരെ, അതല്ല എങ്കിൽ എനിക്ക് കുറവൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അതിനിപ്പോൾ എന്താണ് കുഴപ്പം എന്ന് കരുതി അഹങ്കരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വൻ വീഴ്ചകളിലേക്ക് പോകും. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ലോകത്തോട് എനിക്കൊരു കാര്യമേ പ്രഖ്യാപിക്കാനുള്ളൂ, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പൗലോസ്ലീഹ വചനത്തിൽ പറയുന്നില്ലേ, ഞാൻ ബലഹീനനാണല്ലോ, ഞാൻ എന്തു ചെയ്യണം? വചനം പഠിപ്പിക്കുന്നത് എന്താ? നിന്റെ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പ്രകടമാവുന്നത്, നിനക്ക് എൻ്റെ കൃപ മതി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ കുറവുകളുള്ള മനുഷ്യരാണ്. ആരാണ് പൂർണ്ണരായിട്ടുള്ളത്? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ ജീവിതത്തിൽ വ്യത്യസ്തമായ കുറവ് അനുഭവപ്പെടുന്നവരാണ്. ഈ കുറവിനെ അംഗീകരിക്കുക. നമ്മളാരും പൂർണ്ണരല്ല. വ്യത്യസ്തമായ കുറവുകൾ, ഒരുപക്ഷെ ഇപ്പോൾ സംസാരിക്കുന്ന എൻ്റെ കുറവല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, വ്യത്യസ്തമാണ്. അത് പല ജീവിത അനുഭവങ്ങളോടും ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഈ കുറവിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ വലിയ അനുഗ്രഹം ദൈവം നമുക്ക് നൽകും.
പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷാവസരത്തിൽ അതുകൊണ്ട് സ്വയം നമ്മളോട് തന്നെ ധ്യാന വിഷയമാക്കേണ്ട ആത്മീയ ചിന്തയാണ് പങ്കുവച്ചത്. ലത്തീൻ വിശുദ്ധ കുർബാനയിൽ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥനയിൽ നമ്മൾ പറയും, സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും വിചാരത്താലും വാക്കാലും ഉപേക്ഷയാലും ഞാൻ പാപം ചെയ്തു പോയി. എന്നിട്ട് എന്താ പ്രാർത്ഥന? വലതുകരം നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് പറയും, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥന വിശുദ്ധ കുർബാന മധ്യത്തിൽ മാത്രമല്ല, ദിവസവും നമ്മളോട് തന്നെ പറയേണ്ട, അല്ലെങ്കിൽ ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യം, ദൈവമേ ഞാൻ പാപിയാണ്, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. മിയാ കുൾപ്പ, മിയാ കുൾപ്പ, മിയ മാക്സിമ കുൾപ്പ. പ്രിയപ്പെട്ടവരെ, നിനക്കനുഗ്രഹം വേണമോ? ജീവിതം തിരിച്ചു പിടിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മളോട് തന്നെ ഈ കാര്യം പ്രഖ്യാപിക്കുക. അങ്ങനെയെങ്കിൽ യെശയ്യാ പ്രവചനം 43 അധ്യായം 18ഉം 19ഉം തിരുവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്തായിരുന്നു വചനം? വചനം ഇങ്ങനെയാണ്: കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്തു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. നിന്റെ ജീവിതത്തെ തകർക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് പുനരുദ്ധരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അസാധ്യമെന്ന് നീ കരുതുന്ന കാര്യങ്ങൾ സാധ്യമാണ്. വിജനദേശത്ത് പാത, മരുഭൂമിയിൽ നദി ദൈവം നിനക്ക് വേണ്ടി നൽകും. അതിനെന്തു വേണം? നമുക്ക് സ്വയം അംഗീകരിക്കാം, എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.